2024 ഫെബ്രുവരിയിലായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ഈ വർഷത്തെ കേന്ദ്ര കരാറുകൾ പുറത്തുവിട്ടത്. ഇന്ത്യയുടെ സെൻട്രൽ കരാറുകളിൽ നിന്ന് സൂപ്പർ താരങ്ങളായ ഇഷാൻ കിഷനെയും ശ്രേയസ് അയ്യരെയും അന്ന് BCCI പുറത്താക്കിയിരുന്നു. ഇന്ത്യൻ ടീമിൻ്റെ നായകനായ രോഹിത് ശർമ്മയുടെയും കോച്ച് രാഹുൽ ദ്രാവിഡിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ മുൻപോട്ട് പോയതാണ് ഈ പുറത്താകലിന് കാരണമായത്. ഇതിനുശേഷം ഇരുവരെയും പുറത്താക്കിയതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. എന്നാൽ ഇഷാനെയും ശ്രേയസ് അയ്യരെയും കരാറിൽ നിന്നും പുറത്താക്കിയത് താനല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് BCCI സെക്രട്ടറി ജയ്ഷാ. ഇപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് സെലക്ടർമാരാണ് എന്ന് ഷാ പറയുന്നു. ഈ താരങ്ങളെ പുറത്താക്കാൻ തീരുമാനിച്ചതും അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് എന്ന് ഷാ വിശദീകരിക്കുകയുണ്ടായി. ഇരു താരങ്ങളും രഞ്ജി ട്രോഫി പോലെയുള്ള ആഭ്യന്തര ടൂർണമെൻറ്റുകൾക്ക് വേണ്ട രീതിയിൽ വിലവയ്ക്കാത്തതിനാലാണ് പുറത്താക്കിയതെന്നാണ് ഷാ പറഞ്ഞത്. നിങ്ങൾക്ക് ടീമിൻ്റെ ഭരണഘടന പരിശോധിക്കാം. ഞാൻ സെലക്ഷൻ മീറ്റിങ്ങിൻ്റെ കൺവീനർ മാത്രമാണ്. ആ തീരുമാനം കൈക്കൊണ്ടത് അജിത് അഗാർക്കറാണ്. ഇഷാൻ കിഷനും ശ്രേയസ് അയ്യരും മതിയായ രീതിയിൽ ആഭ്യന്തര ക്രിക്കറ്റുകൾ കളിച്ചിട്ടില്ല. അതിനാലാണ് അവരെ വാർഷിക കരാറിൽ നിന്ന് നീക്കം ചെയ്തതെന്നും ഷാ പറഞ്ഞു. മാത്രമല്ല, ഇന്ത്യക്ക് നിലവാരമുള്ള ഒരുപാട് താരങ്ങൾ നിലവിലുണ്ട് എന്നും ഷാ പറഞ്ഞു. അതിനാൽ തന്നെ ഇത്തരത്തിൽ അച്ചടക്കമില്ലാതെ പെരുമാറുന്നവരെ ടീമിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് ഷാ കരുതുന്നത്. കളിക്കാർക്ക് തങ്ങളുടെ മാനേജ്മെൻറ്റ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരികയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കാതെ വരികയും ഉണ്ടായാൽ ഇത്തരത്തിൽ മാറ്റി നിർത്തപ്പെടുമെന്ന് ഷാ ഓർമ്മിപ്പിക്കുന്നു. ഇഷാൻ കിഷനെ പോലെയുള്ള താരങ്ങൾക്ക് പകരം തങ്ങൾക്ക് സഞ്ജു സാംസൺ അടക്കമുള്ളവരുണ്ട് എന്നാണ് ഷാ പറഞ്ഞത്. ഈ താരങ്ങളുടെ സ്പോട്ടുകളിൽ നമുക്ക് പുതിയ കളിക്കാരുണ്ട്. സഞ്ജു സാംസണെ പോലെയുള്ള താരങ്ങൾ നമുക്കുണ്ട്. അവരാരും തന്നെ ഇത്തരത്തിൽ നിരുത്തരവാദം കാണിക്കില്ലെന്നും ഷാ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ടീമിനൊപ്പം തുടരുക എന്നത് ഇഷാൻ കിഷന് അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമായി മാറിയിരുന്നു. പക്ഷേ ഒരു താരം എന്ന നിലയിൽ മുംബൈ ഇന്ത്യൻസിൽ കളിക്കാൻ അവന് സാധിച്ചു. ഇന്ത്യൻ ടീമിൽ എത്തുമ്പോൾ നമ്മൾ ആരാണ് എന്ന് കൃത്യമായി തെളിയിക്കേണ്ടതുണ്ട്. അതിനായി തുടർച്ചയായ പ്രകടനങ്ങൾ കാഴ്ചവെക്കണം. അത്തരം കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന താരങ്ങളെ മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് ഷാ പറഞ്ഞു വയ്ക്കുന്നു.